നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ആരോഗ്യ സംരക്ഷണത്തിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യം നമ്മൾ മലയാളികളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നമ്മുടെ ചുറ്റുമുള്ള സസ്യലതാദികളിൽ തന്നെ ഒട്ടുമിക്ക രോഗത്തിനുള്ള മരുന്നും അടങ്ങിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ അവയെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കുക എന്നത് അല്പം ശ്രമകരമായ ദൗത്യം തന്നെ. ഇത്തരം ഒരു ഉദ്യമത്തിൽ വിജയികളായിരിക്കുകയാണ് കേരള സർവകലാശാലയിലെ സസ്യശാസ്ത്ര വിഭാഗം. ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടാകുന്ന നീരും വേദനയും പ്രതിരോധിക്കാൻ ഔഷധ സസ്യത്തിൽ നിന്നുള്ള മരുന്നാണ് ഈ ഗവേഷകർ വികസിപ്പിച്ചത്. അലോപ്പതി ചികിത്സയിൽ നീരിനും വേദനയ്ക്കും സ്റ്റിറോയിഡ് മരുന്നുകൾ ദീർഘകാലമായി നൽകുമ്പോൾ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നത് മറികടക്കാൻ ഒരു പ്രകൃതിദത്ത മരുന്ന് എന്നതാണ് ആശയം. പശ്ചിമഘട്ടത്തിൽ കാണുന്ന കരിവിലാഞ്ചി എന്നറിയപ്പെടുന്ന ഔഷധ സസ്യമായ സ്റ്റൈലാക്സ് വൈറ്റിയിൽ നിന്നാണ് മരുന്ന് രൂപപ്പെടുത്തിയത്. സ്റ്റൈലാജൽ എന്നാണ് ലേപന രൂപത്തിലുള്ള ഈ പുതിയ മരുന്നിന്റെ പേര്. കേരള സർവകലാശാല സസ്യശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ ടി.എസ്. സ്വപ്ന, ഗവേഷക ആതിര വി. ആനന്ദ് എന്നിവരാണ് ഈ പരീക്ഷണങ്ങൾക്ക് പിന്നിൽ. ഡോക്ടർ ടി.എസ്. സ്വപ്ന നല്ല വാർത്തയോട്. നമുക്ക് എല്ലാവർക്കും പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ നീരും വേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. സാധാരണയായി പല വിധത്തിലുള്ള സ്റ്റിറോയിഡ് അല്ലെങ്കിൽ നോൺ സ്റ്റിറോയിഡൽ പലതും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ദീർഘകാലമായിട്ട് ഇവ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പാർശ്വഫലങ്ങളും ഉണ്ടാവും. അതിനാൽ ഒരു സുരക്ഷിതമായ ഒരു മരുന്ന് അതിനായി നാം ഔഷധ സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. അതിനായി നമ്മൾ പല വിധത്തിലുള്ള ഔഷധ സസ്യങ്ങളിലും ഇതിനു വേണ്ടി തിരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു സസ്യത്തിനെ ഐഡൻറ്റിഫൈ ചെയ്തതാണ് സ്മൈലാക്സ് വൈറ്റി അല്ലെങ്കിൽ കരിവിലാഞ്ചി. സസ്യത്തെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് നമുക്ക് സത്യത്തിൽ നാട്ടറിവുകൾ ധാരാളം നമുക്കുണ്ട്. ഈ സസ്യത്തിൻ്റെ വേരുകളിൽ നിന്നും ഇലകളിൽ നിന്നും എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ചാറ് എടുത്ത് പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി ഇതിനകത്ത് എന്തൊക്കെ മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകളുണ്ട്, അവ എങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു, ഇതെല്ലാം വിധത്തിൽ നമുക്ക് നീർക്കെട്ടുകളും വേദന കുറയ്ക്കാനായിട്ട് ഈ തന്മാത്രകൾ ഉപയോഗിക്കാമോ, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം, ഒരു ഫ്രാക്ഷൻ എടുത്ത് അതിൽ നിന്ന് ഒരു ഓയിൽമെൻറ്റ് രൂപത്തിലുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈ പരീക്ഷണങ്ങൾക്കൊപ്പം തന്നെ അതിന് ടോക്സിസിറ്റി അനാലിസിസ് അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റ് ഉണ്ടോ, ഏതെങ്കിലും വിഷാംശമുണ്ടോ, ഇതെല്ലാം നമ്മൾ പലവിധ കോശങ്ങളിലും എലിയിലും മുയലുകളിലും എല്ലാം പരീക്ഷിച്ച് നോക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ മരുന്നിനെ കുറച്ചുകൂടി സ്ട്രോങ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഈ പ്രോഡക്റ്റ് പേറ്റൻറ്റിനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിൽ മരുന്ന് പുറത്തിറക്കാൻ ഉൾപ്പെടെ മറ്റ് ഗവേഷണ സഹകരണത്തിനായി സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ ഔഷധിയുമായി സസ്യശാസ്ത്ര വിഭാഗം നേരത്തെ തന്നെ ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. പ്രകൃതിയിൽ നിന്നുള്ള ഇത്തരം കൂടുതൽ മരുന്നുകൾ കണ്ടെത്താൻ ഒരു പ്രചോദനമായിരിക്കുകയാണ് കേരള സർവകലാശാല സസ്യശാസ്ത്ര വിഭാഗം. ശാരീരിക പരിമിതികൾ ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ചിട്ടുള്ള നിരവധി പേരുടെ വ്യത്യസ്തമായ കഥകൾ മുൻപും നല്ല വാർത്ത ശ്രോതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഇന്നും അത്തരമൊരു പ്രചോദനകരമായ കഥ കേൾക്കാം. എറണാകുളം സ്വദേശി പി.വി. കുഞ്ഞുമോന്റെ കഥ. ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷന്റെ ഫിഡെ ആർബിറ്റർ പദവി നേടിയ കേരളത്തിലെ ആദ്യ ഭിന്നശേഷിക്കാരനാണ് കാക്കനാട് അത്താണി സ്വദേശിയായ ഈ 63-കാരൻ. വലിയ നേട്ടം. എന്നാൽ ചെസ്സിലേക്ക് എത്തും മുൻപ് ഊന്നുവടിയുമായി ഫുട്ബോൾ മൈതാനം നിറഞ്ഞോടിയിരുന്നു കുഞ്ഞുമോൻ എന്നുകൂടി കേൾക്കുമ്പോഴാണ് ഇച്ഛാശക്തിയുടെ കരുത്ത് നമുക്ക് മനസ്സിലാവുന്നത്. രോഗബാധയെ തുടർന്ന് 10-ാം വയസ്സിലാണ് കുഞ്ഞുമോന്റെ വലതുകാൽ മുട്ടിന് താഴേക്ക് മുറിച്ചു മാറ്റിയത്. എന്നാൽ അതിൽ തളരാതെ മനക്കരുത്തിന്റെ പിൻബലത്തിൽ തന്റെ ഇഷ്ടവിനോദമായ ഫുട്ബോളിൽ തന്നെ കുഞ്ഞുമോൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കളിക്കാരനായല്ല, പകരം റഫറിയായാണ് മൈതാനത്ത് കാൽപന്ത് കളിയുടെ ആവേശം നുകർന്നത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം പരിക്ക് വീണ്ടും വില്ലനായി. കളിക്കളം എന്നേക്കുമായി വിടേണ്ടി വന്നു. എന്നാൽ അതിലൊന്നും തളരാതെ തന്റെ മനോധൈര്യവും സ്പോർട്സിനോടുള്ള അടങ്ങാത്ത അഭിനിവേശവും കൊണ്ട് കുഞ്ഞുമോൻ ചെസ് പഠിച്ചു. അങ്ങനെയാണ് നാഷണൽ ആർബിറ്റർ സെമിനാറിൽ പങ്കെടുത്തത്. അതിൽ ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷന്റെ സീനിയർ നാഷണൽ ആർബിറ്റർ ടൈറ്റിൽ കരസ്ഥമാക്കി. തുടർന്ന് ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷന്റെ ഫിഡെ ആർബിറ്റർ ടൈറ്റിലും ലഭിച്ചു.
ഇതുവരെ 24 ഇന്റർനാഷണൽ ഫിഡെ ടൂർണമെന്റുകളിലും ഒരു ദേശീയ ടൂർണമെന്റിലും കേരളത്തിലെ ആദ്യ ഗ്രാൻഡ് മാസ്റ്റർ ടൂർണമെന്റിലും ആർബിറ്ററായി കുഞ്ഞുമോൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതെ, ദൃഢനിശ്ചയവും മനക്കരുത്തുമുണ്ടെങ്കിൽ ഏത് അഭിലാഷവും നേടിയെടുക്കാമെന്നതിന്റെ മറ്റൊരു ഉദാഹരണം. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി അതിന്റെ ഇടപെടൽ നടത്തിക്കഴിഞ്ഞു. കീറാമുട്ടിയായ പല പ്രശ്നങ്ങളും ശുഭകരമായി നേരിടാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മെ സഹായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ മലിനജല സംസ്കരണം കാര്യക്ഷമമാക്കുകയാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം. വിമാനത്താവളത്തിലെ മലിനജലം ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കാനുള്ള പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേസ്റ്റ് വാട്ടർ ഇന്റലിജൻസ് സിസ്റ്റം എന്ന സംവിധാനമാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഇതിനായി ഓട്ടോമേഷൻ, റിയൽ ടൈം ഡേറ്റ അനലിറ്റിക്സ് എന്നിവയും പ്രയോജനപ്പെടുത്തുന്നു. AI സാങ്കേതിക വിദ്യയിലൂടെ പ്ലാന്റിലെ വെള്ളത്തിന്റെ pH മൂല്യം, ഓക്സിജൻ അളവ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തത്സമയം രേഖപ്പെടുത്തി വെള്ളത്തിന്റെ ശുദ്ധീകരണ നിലവാരവും പ്ലാന്റിന്റെ ശേഷിയും 30% വരെ വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ കഴിയും. സമൂഹത്തിൽ നിർമ്മിത ബുദ്ധി ചില ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഗുണകരമായ രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നതിന്റെ ഒരു ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ ഈ മലിനജല സംസ്കരണ സംവിധാനം. ഇനിയൊരു നഴ്സറിയെക്കുറിച്ച് പറയാം. ട്രീ ബാങ്ക് നഴ്സറി. ഓരോ സ്കൂളിലും 1000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പരിപാടി. ഇത്തരം വനവൽക്കരണ, വൃക്ഷവൽക്കരണ പരിപാടികളൊക്കെ നാം മുമ്പും കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രകൃതി സംരക്ഷണത്തിനുള്ള ട്രീ ബാങ്ക് നഴ്സറി എന്ന ഈ ഉദാത്ത മാതൃകയുടെ പിന്നിൽ ഒരു 5 വയസ്സുകാരിയാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പരിസ്ഥിതി പ്രവർത്തക എന്ന് പറയാവുന്ന കോഴിക്കോട് സ്വദേശി റൂഹി മൊഹസബ് എന്ന 1ാം ക്ലാസ് വിദ്യാർത്ഥിനി. വിദ്യാലയങ്ങളെയും നാടിനെയും ഹരിതാഭമാക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതിയാണ് ട്രീ ബാങ്ക് നഴ്സറി. കേരളം മുതൽ കശ്മീർ വരെയുള്ള 10,000 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുത്ത് ഓരോ വിദ്യാലയത്തിന്റെയും നേതൃത്വത്തിൽ 1000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയാണ് ട്രീ ബാങ്ക് നഴ്സറിയുടെ ലക്ഷ്യം. അതാത് പ്രദേശങ്ങളിലെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന നാട്ടുവൃക്ഷങ്ങളായിരിക്കും നട്ടുപിടിപ്പിക്കുക. 3 വർഷത്തിനകം പദ്ധതി പൂർത്തിയാകുമ്പോഴേക്കും 1 കോടി വൃക്ഷങ്ങൾ രാജ്യത്ത് തളർത്തു തുടങ്ങും എന്നതാണ് ഒരു ശുഭകരമായ വസ്തുത. തന്റെ പരിസ്ഥിതി ആഗ്രഹങ്ങളെക്കുറിച്ച് കുഞ്ഞു റൂഹിക്ക് പറയാനുള്ളത് കേൾക്കാം. Good afternoon all. I am Ruhi Mosab. I am studying in first standard at Common Ground International School at Calicut. I love trees. My dream is to plant 1 crore trees across India. I started Tree School Nursery to plant 1 crore trees in India at various schools from Kerala to Kashmir. I want every children to love and care for trees. Let us make our earth green, healthy and smiling. പ്രകൃതി സംരക്ഷണത്തിനായി ഇതിനോടകം നിരവധി പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയിട്ടുണ്ട് റൂഹി. പ്രകൃതി സംരക്ഷണ സന്ദേശം പകരുന്നതിനായി പാഴ്വസ്തുക്കളിൽ നിന്ന് പുനർചംക്രമണം ചെയ്ത അഥവാ റീസൈക്കിൾ ചെയ്ത പേപ്പർ ഉപയോഗിച്ച് പാസ്പോർട്ടുകൾ പ്രിന്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോകരാഷ്ട്ര തലവന്മാർക്ക് സ്വന്തം കൈപ്പടയിൽ കത്തയച്ചിട്ടുണ്ട് റൂഹി. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ അവ തടയുന്നതിനായി ആൽ, നീർമരുത്, താനി എന്നീ വൃക്ഷങ്ങളുടെ തൈകൾ നട്ടും റൂഹി മാതൃകയാവുന്നു. പ്രകൃതിക്കായുള്ള ഒരു കുരുന്നിന്റെ കരുതലിൽ നമുക്കും പങ്കുചേരാം. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ലവാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. അവതരണം ലിൻസ സ്വരാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ.